4x4 ഓട്ടോമാറ്റിക്. അത് ചെറിയ പ്രത്യേകതയല്ല, വലിയ പ്രത്യേകതയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ വാഹനം വളരെ റയർ ആയിട്ട് മാത്രം നമ്മുടെ കൈ 10,90,000 10,90,000 രൂപക്ക് വെറും ഒരു 13-13.5 കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പറ്റൂല. 12 ലക്ഷത്തി നമ്മളെ വീഡിയോ എന്താ ആൾക്കാർ കാണുന്നത് ഓഫർ ഉണ്ടായിരുന്നു. ഈ ഇന്നോവക്ക് ക്വാളിറ്റിയാ പറയാനുള്ളത്. അതെ, ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തുരുമ്പോ ഒരു റീപ്ലേസ്മെന്റും മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ലാത്തൊരു മോഡൽ 10,70,000 രൂപക്ക് NOC-ലായിട്ട് തരും. ഈ ഒരു വണ്ടി ഈ ഒരു പ്രൈസിൽ എവിടെ കിട്ടുമോ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ഒരു ബഡ്ജറ്റ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇമാതിരി വണ്ടികള് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെങ്കിലും ഈ പ്രൈസിൽ കിട്ടുമെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിച്ചോളി. അതെ, പ്രൈസ് കുറഞ്ഞു വരുത്തിയിട്ട് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നില്ല. നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങൾ നോക്കി നടക്കുന്ന വാഹനങ്ങള് ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ, ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാ വാഹനവും ഓഫർ പ്രൈസിലാണ് നമ്മളെ മലയാളം വീട്ടിലെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ വണ്ടികൾ മാത്രമല്ല ചെറുവണ്ടികളുണ്ട്. അതൊക്കെ നമ്മൾ പൊട്ടിച്ച വിലക്കാണ് തരാൻ പോകുന്നത്. ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ബെൻസ്, ബെൻസ് പറഞ്ഞാൽ VIP എടുക്കുന്ന വണ്ടിയല്ലേ, സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റില് നല്ല ക്വാളിറ്റിയിലെ മോഡൽ കൂടിയ ബെൻസ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എല്ലാ വാഹനവും കാണിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നേരെ വീഡിയോയിലേക്ക് വരാൻ പറയല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഭയങ്കര വെയിലത്ത് നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനം ഒരു ലൈക്ക് ഒക്കെ അടിച്ചു ഒരു കമന്റ് ഒക്കെ കണ്ടിട്ട് അത്രേ ഉള്ളൂ. വണ്ടികൾ മാത്രം കാണിച്ചു കൊടുത്താൽ പോരല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണപ്പാറ. അത് അവർക്ക് അറിയുന്ന കാര്യമില്ലേ? അല്ല, അവർക്ക് ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിലോ. താഴെ സ്ക്രീനിൽ നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിക്കുമല്ലോ. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകാം. വണ്ടികൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഐശ്വര്യായിട്ട് ഫോർച്യൂണർ 2015 ഒരു പ്രത്യേകത ഉണ്ട്. 4x4 ഓട്ടോമാറ്റിക്. അത് ചെറിയ പ്രത്യേകതയല്ല, വലിയ പ്രത്യേകതയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ വാഹനം വളരെ റയർ ആയിട്ട് മാത്രം നമ്മളെ കൈ കിട്ടുള്ളൂ. അധികം 4x2 ഓട്ടോമാറ്റിക് ആണ് വരാറ്. തീർച്ചയായിട്ടും. ഇനി 4x4 മാനുവൽ ആയിരിക്കും. ഇതിപ്പോ മല കയറുന്നവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മല കയറി പോകും. മല കയറേണ്ടവർക്ക് ക്ലച്ച് ഒട്ടിയിട്ട് ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല. വണ്ടി എത്ര കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടിയിട്ടില്ലേ? ഇത് 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. എന്തെങ്കിലും പാർട്സ് റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫോളോവേഴ്സ് വണ്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ടൊയോട്ടന്റെ വണ്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് അവനവന്റെ റിസ്കിൽ തന്നെ എടുക്കുക. അത് നമ്മൾ പ്രത്യേകം പറയുന്നത്. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ട വാഹനങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ട വാഹനമായതുകൊണ്ട് നിങ്ങൾ ഫുള്ളി 100% സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഏത് വണ്ടിയും പർച്ചേസ്. തീർച്ചയായിട്ടും. നമ്മൾക്ക് ഒരുവിധം കാണുന്ന രീതിയിലുള്ള നമുക്ക് കാണാൻ പറ്റും. അവർ ഓണേഴ്സ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2015 മോഡല് 160 ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി 4x4 ഓട്ടോമാറ്റിക് വാഹനം. ഇതിനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ, മൂന്നാമത്തെ ഓണറായി. അതുകൊണ്ട് തന്നെ ഈ ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കും. തീർച്ചയായിട്ടും. 17-17.5 ലക്ഷം റുപ്യ ഇല്ലാണ്ട് ഈ വണ്ടി ആരും കൊടുക്കൂല. നമുക്ക് ഈ വാഹനം മലയാളം മീഡിയ പ്രേക്ഷകർക്ക് 13.25 കൊടുക്കാം. 13.25 ലക്ഷം രൂപക്ക് ഈ വാഹനം സ്വന്തമാക്കാം. കാരണം ഒന്ന് 4x4 ഓട്ടോമാറ്റിക് ആണ് വാഹനം. ഈ ഒരു പ്രൈസിന് ഒരിക്കലും നിങ്ങൾക്ക് വാഹനം കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, തീർച്ചയായും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മളെവിടെയും വീഡിയോ ചെയ്യുമ്പോൾ ഈ റേറ്റിൽ ഒരു വണ്ടി കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്ക്, ഒരു ബ്ലാക്ക് തീമില് എന്തെങ്കിലും മുസ്റ്റിലോ എന്തെങ്കിലും വൃത്തികേടായിട്ടോ ഇതിന്റെ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറും 4x4 ഇങ്ങനത്തെ ഒരു ഇന്റീരിയർ വരിക കേട്ടോ. ഫുൾ ഓപ്ഷൻ ആണ്, ബ്ലാക്ക് ഇന്റീരിയർ, ബ്ലാക്ക് തീം വരിക. അപ്പൊ 13.25 ആസ്ക് ചെയ്യുന്നത്. ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. മാത്രമല്ല തേർഡ് ഓൺഷിപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഈ 14 ലക്ഷം രൂപയാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നത് 13.25 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കുറപ്പിക്കും. തീർച്ചയായിട്ടും. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ടും മേടിച്ചു തരും. താല്പര്യമുള്ളവർ സ്ക്രീനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇനിതാ ഓഫർ പ്രൈസിൽ തീർച്ചയായിട്ടും 2014 ഇത് 15 ആണ്, ഇത് 14. 2014 ടൂ വീല് ഓട്ടോമാറ്റിക്. ടൂ വീല് ഓട്ടോമാറ്റിക് എല്ലാ ഭാഗങ്ങളും പക്ക വർക്കിംഗ് ആണ്. ഒരു മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റും ഇല്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കും എല്ലായിടത്തും തേങ്ങ വീഴുണ്ടോ, എല്ലായിടത്തും കല്ലടിക്കുന്നുണ്ടോ. അത് നിങ്ങൾക്ക് ഫുള്ള് ചെക്ക് ചെയ്ത് എടുക്കാം. നമ്മള് മെയിൻ ഗ്ലാസ് മാറുമ്പോ ആക്സിഡന്റ് ആണെങ്കിൽ ബോണറ്റ് മാറും, ബമ്പർ മാറും, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് മാറും. ഇതൊക്കെ കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട്
നമുക്ക് ഉറപ്പ് വരുത്തി എടുത്താൽ മതി. ഊഹാപോഹം പറയേണ്ട ആവശ്യമില്ല. അതെ അതെ, ബോഡി ഭാഗങ്ങളൊക്കെ പക്കാ ക്ലിയർ ആണ്. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 60-70% ടയർ ഉണ്ട്. ടെയിലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. കിലോമീറ്റർ 190 ഓടിയിട്ടുള്ളത്. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ, ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫംഗ്ഷൻസും പ്രോപ്പർ വർക്ക് എല്ലാം വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. ഒന്നും ഇതിലിപ്പോ ഒരു ഓയിൽ ലീക്കോ ഒരു പുകയോ ഒന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. സർവീസ് മെയിൻറ്റെയിൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എത്ര ഈ ടയോട്ടന്റെ വാഹനം ആയതുകൊണ്ട് കറക്റ്റ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അവസാനം അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. ഈ വിലക്ക് എവിടുന്നേലും കിട്ടുമോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമ്മൾ ഇൻട്രോ പറയുമ്പോ തന്നെ പറഞ്ഞത്. ഈ റേറ്റിന് കേരളത്തിലേക്ക് വണ്ടി കിട്ടുമെന്നുള്ളത്. എത്ര കൊടുക്കാം? 10,90,000 രൂപക്ക് കുറക്ക്. 2000 കുറക്ക്. ഇനി എന്താ കുറക്കാന്? ഇനി കുറച്ച് അവരുന്ന് അടിയിട്ടു. നമുക്ക് ഇനിയും കുറച്ച് കിട്ടും. നമ്മുടെ വക ഒരു 20,000 കുറച്ചാലോ? വേണോ? കുറച്ചോ? ഇക്ക ഒരു 20,000 കുറക്കട്ടെ. കുറച്ചോട്ടെ. കുറക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് 10,70,000 രൂപക്ക് NOC തരും. ഈ ഒരു വണ്ടി ഈ ഒരു പ്രൈസിൽ എവിടെ കിട്ടുമോ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എല്ലായിടത്തും അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരു ഇന്നോവ കാണിച്ചാലോ? ഈ ഒരു ഇന്നോവന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഇന്നോവക്ക് ഓഫറിനൊന്നും പറയാനില്ല. ഈ ഇന്നോവക്ക് ക്വാളിറ്റിയാ പറയാനുള്ളത്. അതെ, ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തുരുമ്പോ ഒരു റീപ്ലേസ്മെന്റും മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ലാത്തൊരു മോഡൽ. അതിനെക്കാട്ടും വലിയ പ്രത്യേകത ഉണ്ട് ഇതിന്റെ എഞ്ചിൻ വർക്കിംഗ്. അതെ അതെ, ഇതിന്റെ ഉള്ളിലത്തെ ഇന്റീരിയർ ക്വാളിറ്റി അതെ അത്രയും നല്ല. ഒരു 15-16 ഇന്നോവന്റെ ചലഞ്ച് പ്രൈസ് 2012 മോഡലാണ് വണ്ടി. അഡീഷണൽ അലൈവീൽസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മീറ്ററിൽ കാണുന്ന 1 ലക്ഷമാണ്. അത് ജെനുവിൻ ആണ്. ജെനുവിൻ 1 ലക്ഷം ഉള്ള വണ്ടി, ഒരു നമ്പർ ഉള്ള വണ്ടി. എല്ലാ സൈഡും കാണിക്കും മോനെ, എല്ലാ സൈഡും വീഡിയോ കാണിക്കും. G4 ആണ് വരുന്നത്. 4 കിഡിലൻ അലോയ് വീൽസ്, ഒരു 80% പുത്തൻ ടയർ അല്ലേ? 4 പുത്തൻ ടയർ, ഇൻഷുറൻസ്, ഇന്റർകൂളർ, എല്ലാ ഭാഗങ്ങളും കണ്ടീഷനുള്ള ഇങ്ങനത്തെ ഒരു ഇന്നോവ എവിടുന്നും കിട്ടൂല. ഗ്യാരണ്ടി. 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി സീറ്റ് കവർ, ടച്ച് സ്ക്രീന്, റൂഫ് AC, അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ പ്രൈസ് ആണ് നമുക്ക് ഇതിന്റെ ഒരു ഓഫർ പ്രൈസും കൂടി, ക്വാളിറ്റി മാത്രം പറയില്ല, നമുക്ക് പ്രൈസും കൂടിയാണ് ഇതിന്റെ അറിയേണ്ടത്. എത്രക്ക് കൊടുക്കാം? 6,40,000 രൂപക്ക് വിത്ത് NOC-ല്. നമ്മൾ വീഡിയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് കുറച്ച് വില കൂടുതലാണ്. പക്ഷെ ഈ വണ്ടി കാണുന്നവര്, ഈ വണ്ടി വീഡിയോ കാണുന്നവര് ഈ വണ്ടി വന്ന് നോക്കട്ടെ, എന്നിട്ട് അവര് വില കൂടുതലാണ്. വണ്ടികൾ വന്ന് നോക്കി ടയോട്ടയിലെ എവിടെ വേണേലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയും ഉറപ്പിലൂടെ പൊളിഞ്ഞോ പൊട്ടിയതോ ആയിട്ടുള്ള വണ്ടിയല്ല, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. 6,40,000 ഒരു 60,000 രൂപ 70,000 രൂപ നമ്പർ ആക്കാൻ വരും തീർച്ചയായിട്ടും. എന്നാലും നല്ല ഉപയോഗിക്കേണ്ട കസ്റ്റമർക്ക് നല്ല വണ്ടിയാണ്. അടുത്തായിട്ട് നമുക്ക് ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് റിസ്ക് കാണിച്ചു കൊടുത്താലോ? അതെ. ഓക്കെ, വണ്ടി കാണാൻ ഒരു കുഴപ്പമില്ല. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. തീർച്ചയായും നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തപ്പോ വലിയ കുഴപ്പമൊന്നും നമുക്ക് കണ്ടിട്ടില്ല. സിംഗിൾ ഓണർ വണ്ടി, 2016-17 മോഡല്. 16-17 രജിസ്ട്രേഷൻ അല്ലേ? സിംഗിൾ ഓണർ. പക്ഷെ ഇതിന്റെ പ്രൈസ് പൊട്ടിച്ച വിലയാണ്. ഓട്ടോമാറ്റിക് വാഹനത്തിന് ഈ ഒരു പ്രൈസിൽ കിട്ടൂല. അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തീർച്ചയായും അത് ജെനുവിൻ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാം. ക്യാമറന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഡീഫോഗർ, റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 70% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റൊക്കെ ലെതർ സീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. മാനുവൽ AC ആണ് വരിക. റൂഫ് AC കാര്യങ്ങളൊക്കെ വരുന്ന G4 ഓട്ടോമാറ്റിക് വാഹനം. ഇതിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. മേജറോ മൈനറോ ആയിട്ട് ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഒന്നുമില്ല. ഒരു മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് അതുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്വാളിറ്റിയുള്ള ചെറിയ സ്ക്രാച്ചുകളൊക്കെ കാണുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ല. ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്, ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വാഹനം കണ്ടപാട് ഓടി വന്നിട്ട് എടുക്കണ്ട, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ന്യൂ ഷേപ്പിലേക്ക് കൺവേർഷൻ ചെയ്തിട്ടുണ്ട്, ന്യൂ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വണ്ടിന്റെ മാർക്കറ്റ് പൊളിച്ചടക്കിയ വില അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേ. ഇത് നമുക്കൊരു 12,60,000 രൂപക്ക് 12,60,000 രൂപക്ക് സത്യം പറഞ്ഞാല് ഒരു 13-13.5 കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പറ്റൂല.
12 ലക്ഷത്തി നമ്മളെ വീഡിയോ എന്താ ആൾക്കാർ കാണുന്നത് ഓഫർ ഉണ്ടായതുകൊണ്ടാണ്. അതെ, റേറ്റ് നല്ല കൂടി മുറിച്ച റേറ്റ്, ചങ്ക് മുറിക്കണ റേറ്റ് എന്നൊന്നും പറയാൻ ആരും വരണ്ട. ഈ ഒരു വിലക്ക് എവിടുന്നും കിട്ടില്ല. കാരണം 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്, ഓട്ടോമാറ്റിക്, അതും G4 ഓട്ടോമാറ്റിക് ആണ്. 17 രജിസ്ട്രേഷൻ. ചലഞ്ചിങ് പ്രൈസ് ആണ് മക്കളെ. ഇതുപോലെയുള്ള വലിയ വണ്ടികൾ മാത്രമല്ല, നമുക്ക് ചെറുവണ്ടി കാണിക്കാം. പിന്നെ വേറെ കാര്യം, നമ്മളെ കസ്റ്റമർ ലോണിന്റെ കാര്യം ചോദിക്കും. അതാണ് ലോൺ അധികം ആൾക്കാർ റെഡി പൈസക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ലോണിന്റെ കാര്യം ചോദിക്കുമ്പോ എല്ലാ വാഹനങ്ങൾക്കും ലോൺ ലഭിക്കും. നമ്പർ ആയിട്ടില്ല, നമ്പർ ആയ ശേഷം ലോൺ ലഭിക്കും. ലോൺ കിട്ടൂലെന്ന് കരുതി വെറിഡ് ആവേണ്ട ആവശ്യമില്ല. നമ്പർ ആയതിനു ശേഷം മാത്രമേ ലോൺ ലഭിക്കുള്ളൂ. ശരിക്കും 90-95%, 100% നമ്പർ ആവുള്ള ഒരു എമൗണ്ട് കാണുമാണ് കേട്ടോ. അത് വേറൊരു കാര്യം. NOC പ്രൈസ് ആണ് നമ്മൾ ഈ പറയുന്നതൊക്കെ കേട്ടോ. ഓക്കെ, വലിയ എമൗണ്ട് ഒന്നും വരില്ല. നിങ്ങൾ NOC വേണ്ട, ഒറിജിനൽ കേരള പോളോ. ഇതിനൊരു ഹൈലൈറ്റ് എന്താ അറിയോ, ഒരു ആൾട്ടോന്റെ വിലക്ക് നമുക്ക് പോളോ, ഡീസൽ പോളോ സ്വന്തമാക്കാം. 2012 മോഡല്, 12 ഡീസല്, നല്ല ക്വാളിറ്റി ഉള്ള വാഹനം, രണ്ടാമത്തെ ഓണറേ ആയിട്ടുള്ളൂ, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കിഡിലൻ അലോയ് വീല് വരുന്നുണ്ട്. ടയേഴ്സ് ഏകദേശം ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 50% ടയർ വരുന്നുള്ളൂ കേട്ടോ. പേപ്പർ ഭാഗം ഞങ്ങൾ ഫിറ്റ് ആണ്. ഇപ്പൊ ഡീസൽ ആയതുകൊണ്ട് ഇനി ഇഞ്ചക്ടർ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് അവർ ചെക്ക് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ അനുമാനങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം. തീർച്ചയായും അങ്ങനെ എടുക്കുക. ഓക്കെ, അത്ര പറയാനുള്ളൂ. കാരണം ഇത്ര പ്രൈസ് ചോദിക്കുന്നുള്ളൂ. ഇനിയിപ്പോ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ല, കാഴ്ചക്ക് വണ്ടി കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരോട് ചോദിച്ചു പറഞ്ഞ ഒരുവിധ ഇഷ്യൂസും ഇല്ല. മെക്കാനിക്കൽ പരമായിട്ടോ ഇലക്ട്രിക് പരമായിട്ടോ ബോഡിയോ ഒന്നും ഒരു ഇഷ്യൂസും ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ വിശ്വാസം വെച്ചാണ് നമ്മളെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ച് ഉറപ്പ് വരുത്തിയിട്ട് എടുത്താൽ മതി. ലോ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. എത്ര കൊടുക്കാം? ഈ വണ്ടിന്റെ റേറ്റ് അവര് 3-3.25 പറഞ്ഞത്. ഞാൻ പറഞ്ഞ അത്രയൊന്നുമില്ല. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത് 2.60. തീർച്ചയായിട്ടും അതിലും കുറച്ച് കൊടുക്കണം. വെറും 2,25,000 രൂപക്ക് പവർ, ലുക്കിന് ലുക്ക്, 4 ആളടിക്കും ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എത്തിയോസ് പരിചയപ്പെടാം. മൈലേജ് നോക്കുന്നവർക്ക് ഈ വണ്ടിന്റെ റേറ്റ് കേട്ടാൽ നീ നെട്ടും. ഞാൻ ഞെട്ടോ? എന്നൊന്ന് ഞെട്ടിച്ച 2016 മോഡല്. ഓക്കെ, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണെന്നാണ് അവർ പറഞ്ഞത്. എന്നാലും അവർ ചെക്ക് ചെയ്തോട്ടെ, കസ്റ്റമർ ചെക്ക് ചെയ്തോട്ടെ. നമ്മൾ ഉറപ്പ് എന്ന് പറയണ്ട. കുറച്ച് ചെറിയ ചെറിയ ബോഡി പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പോളിഷ് മാത്രമല്ല, കുറച്ച് ചില സ്ഥലത്ത് ടച്ച് ചെയ്യാനുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഞെട്ടിക്കുന്ന പ്രൈസ് കൊടുക്കാം. മെക്കാനിക് പക്കയാണെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ കസ്റ്റമർ കൊണ്ടുപോയി നോക്കിക്കോട്ടെ. പിന്നെ ടയോട്ടന്റെ വണ്ടിയാണ്. എങ്ങനെ പൊളിച്ചോടിയാലും വണ്ടിക്ക് ഒരു ബ്രാൻഡ് വാല്യൂവിന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇന്റീരിയർ ഒന്നും വലിയ കുഴപ്പം കാണുന്നില്ല. നല്ല കുഴപ്പമില്ലാത്തൊരു സീറ്റോറും വരുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിന്റെ ഒരു പ്രത്യേകത കസ്റ്റമേഴ്സിന് അറിയായിരിക്കും. ഒരു 24 കിലോമീറ്ററോളം ഡീസലും മൈലേജ് കിട്ടുന്നു. 20 മുകളിൽ എങ്ങനെയാലും കിട്ടും. ഏത് റോഡ് കൂടെ പോയാലും കിട്ടും. പിന്നെ റഫായിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വില എന്ന് പറഞ്ഞട്ടെ കേട്ടോളേ. ഈ വണ്ടി ഇവര് പറഞ്ഞ് 4-4.5 പോവെന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞാലൊന്നും പോവില്ല. ഒരു 3.60 കൊടുക്കാം. 3.60 ചോദിക്കണ്ടല്ലേ? അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ചെറുവണ്ടി അല്ലേ, അപ്പൊ ചെറുതായിട്ടൊരു 5 റുപ്യ കമ്മി കൊടുത്തൂടെ? അതൊക്കെ കമ്മിയാക്കും. ഒരു 5 രൂപ കമ്മിയാക്കും. 3,55,000 രൂപക്ക് നമ്മളെ വാങ്ങാം, നമ്മുടെ ഫോളോവേഴ്സിന് കേട്ടോ. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് HR നമ്പറിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും നമ്മളെ ആൾക്കാരുടെ മനസ്സിലൊരു ഇതുണ്ടാവും, HR നമ്പർ ആകുമ്പോ കേരള നമ്പർ ആക്കുമ്പോ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊടുക്കണ്ടേന്ന്. വെറും 40,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 2016 മോഡല് ഡീസൽ എത്തിയോസ് കൊണ്ടുപോകാം. 40,000 രൂപ നമുക്ക് നമ്പർ ആക്കാൻ ചെലവ് വരും കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ജാസ് പരിചയപ്പെടാം. ഡീസലാണോ? ഡീസല് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ മൈലേജ് കിട്ടുന്ന ഒറിജിനൽ കേരള വണ്ടി. 20 മുകളിൽ എങ്ങനെയും മൈലേജ്. അതെ. പിന്നെ മേജർ സർവീസ് ഇല്ലാത്ത വണ്ടിയാണ്. തീർച്ചയായും ടൈമിംഗ് ശരി കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. 2016 മോഡല് ഫുൾ ഓപ്ഷൻ. ഫ്രണ്ടിലെ ടയർ ഒരു കുറവാണ്, കാണുന്നുണ്ട്. ബാക്കിലെ ടയർ ഒരു 50%-ഓളം 40% കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്, ക്വാളിറ്റിക്കാരൻ വണ്ടി. വി ഓപ്ഷൻ കേരള വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. റിയർ വൈപ്പർ, ഡിഫോഗർ വരും. 4 കിഡിലൻ കമ്പനി അലോയ് വീൽസ് വരുന്നുണ്ട്. ഇന്റീരിയർ വശത്തേക്ക് വരികയാണെങ്കിൽ
കമ്പനി ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് പ്രൈസ് എത്രയാണ് സ്ക്രീൻ? നമ്മള് ഇത് അവര് 5-5.5 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞ അത്രക്കൊന്നും പോവില്ല, കുറച്ച് കൊടുക്കണം എന്ന്. 5 ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാന്നുണ്ട്. അപ്പൊ നമുക്കൊരു നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 5 രൂപയും കൂടി കൊണ്ട് കുറപ്പിക്കാം. എത്ര കൊടുക്കാം? ഒരു 495 കൊടുക്കാം. 4,95,000 രൂപക്ക് 2016 ഡീസൽ 2016 ഡീസൽ മൈലേജിന്റെ രാജാവിന് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തെടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ്, നമ്പർ ആക്കേണ്ട ആവശ്യമില്ല. ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടി കേട്ടോ. അടുത്തായിട്ട് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന മൈലേജ് ഉള്ള ബെൻസ് എന്ന് പറയുമ്പോ തന്നെ ഒരു പ്രീമിയം വാഹനമാണ്. അത് സാധാരണക്കാർക്ക് ശരിക്കും അഫോർഡബിൾ അല്ല. ഈ പ്രൈസ് കൊണ്ടും ഈ വണ്ടിയുടെ ക്വാളിറ്റി കൊണ്ടും ഒരു സാധാരണക്കാർക്ക് ഉപയോഗിച്ച് നടന്നാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത്യാവശ്യം കാണാനും ലുക്കുള്ള ഒരു വണ്ടിയാണ്. ഈ ക്ലാസ് ആണ് വേരിയന്റ് വരുന്നത്. 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് ഓടിച്ചു കൊടുത്തപ്പോൾ മാറിയ സമയത്തുള്ള വേരിയന്റ്. അന്നത്തെ ന്യൂ ഷേപ്പ് 2014 മോഡലാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. ഓക്കെ, പുതിയ 4 ടയറ്, പുതിയ ബാറ്ററി, ഇതൊക്കെ ഒരു എക്സ്ട്രാ ആയിട്ട് അവര് കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ അതെ, സർവീസ് ഉള്ളതാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ വണ്ടി ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോ വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, പുറമേ നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ടില്ല, അവർക്ക് നോക്കാം. നിങ്ങൾ എങ്ങനെ വേണേലും ബെൻസിന്റെ ഷോറൂം കൊണ്ടുപോയിട്ട് എങ്ങനെ വേണേലും ചെക്ക് ചെയ്തോളൂ. ഇത് പ്രീമിയം കാറാണ്. എടുത്തിട്ട് 3-ാമത്തെ ദിവസം പണി വന്നത് നമ്മളോട് പറയരുത്. ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. കാണാൻ നല്ല മൊഞ്ചുണ്ടായിട്ടും കാര്യമില്ല. ഷോറൂം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് ഉൾഭാഗം എങ്ങനെ നോക്കുക, ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത ഇന്ത്യയിലാണ്. ഇതിന്റെ ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതിന്റെ പ്രൈസ് നമുക്ക് കുറച്ച് കൊടുക്കാന്ന്. ആ ഒരു വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രൈസ് നമുക്ക് പൊട്ടിച്ചു. ബാക്കി എല്ലാം നീറ്റാണ്. സൺറൂഫ് വരുന്ന വണ്ടിയാണ്. പ്രീമിയം കാറിനെ സംബന്ധിച്ച് ഇതൊന്ന് ഉള്ളത് കാണിച്ചു കൊടുത്താ തീർച്ചയായും പ്രീമിയം കാറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇന്റീരിയർ ബെൻസ് പ്രത്യേകിച്ചും യാത്രാ കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ്. ഡ്രൈവിംഗ് കംഫർട്ട്, യാത്ര കംഫർട്ട്. ബെൻസ് എടുക്കുന്നവരുടെ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, പുതിയ വണ്ടി എടുക്കാൻ കഴിവുള്ളവരെ പഴയതും എടുക്കാൻ പാടുള്ളൂ. സർവീസ് കോസ്റ്റ് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും നമ്മൾ ചാടിക്കറി ബെൻസാന്നിട്ട് എടുത്തിട്ട് ലാസ്റ്റ് കുടുങ്ങി അവസാനം പടച്ചനെ വിളിക്കേണ്ട അവസ്ഥ വരെ. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് മേച്ചെടുക്കാൻ ചെലവുണ്ട്, മാത്രം എടുക്കാൻ. ഈ വണ്ടി കണ്ടപ്പോഴും പറഞ്ഞത് നമുക്ക് എടുക്കാം, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് അത് ആയിട്ടില്ല. സെറ്റ് ആക്കുന്നതായിരിക്കും. അതെ, ഓക്കെ. അപ്പൊ ഇതിന്റെ പൊട്ടിച്ച പ്രൈസ് കൂടി പറഞ്ഞോളൂ. പൊട്ടിച്ച പ്രൈസ് 2014 മോഡല്, സിംഗിൾ ഓണർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ പുതിയ ഷേപ്പ്. എത്ര കൊടുക്കാം? നമ്മളൊരു 12-13 ലക്ഷം ഇല്ലാണ്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഈ പുതിയ ഷേപ്പ്. ഇത് അവര് പറഞ്ഞത് 11.5 ലക്ഷമാണ്. അപ്പൊ ആ ഒരു ആൻഡ്രോയിഡ് വർക്ക് ചെയ്യാത്തോണ്ട് അതിന്റെ പ്രൈസ് കൊണ്ട് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞു. ലാസ്റ്റ് 10,90,000 രൂപ. 10,90,000 രൂപക്ക് വെറും 10,90,000 രൂപ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് വിത്ത് ഈ വണ്ടി 10,90,000 രൂപ കൊണ്ടുപോയാലും ചെലവുണ്ട്, നമ്പർ ആക്കാൻ ചെലവുണ്ട്. ചെറിയൊരു പ്രൈസിൽ നമുക്ക് ഒരു പ്രീമിയം യാത്ര. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ പുതിയ മോഡലിനൊക്കെ ഒരു 80 ലക്ഷം, 1 കോടിന്റെ ഒക്കെ അടുത്ത് ഇറങ്ങുന്ന സമയത്ത് അല്ല ഇപ്പത്തെ വണ്ടികൾക്ക് വില വരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നമ്മൾ ചിന്തിക്കുമ്പോ ഇത് പുതിയ മോഡൽ എടുക്കുന്നതിന്റെ വില വെച്ച് കമ്പയർ ചെയ്യണം. തീർച്ചയായിട്ടും അത് പ്രീമിയം വണ്ടിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 10,90,000 ഒരു അടിപൊളി അഫോർഡബിൾ പ്രൈസ് ആണ്. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്? വെയിൽ കൊണ്ട് ചടച്ചു. ബിരിയാണി എന്തായാലും വാങ്ങി തരണം. ബിരിയാണി ഒക്കെ മേടിച്ചു കൊടുക്കുക. അതിൽ വലിയ ബിരിയാണി അല്ലേ നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോണത്. ഈ റേറ്റിൽ കേരളത്തിൽ എവിടെയെങ്കിലും വണ്ടികൾ കിട്ടുമോ? അത് സത്യമാണ്. പിന്നെ അത് കൊടുക്കുന്ന ബിരിയാണിക്ക് നമുക്ക് കഴിക്കാനേ അല്ലേ? ഓക്കെ, ഈ ഒരു റേറ്റില് ഈ ഒരു പ്രൈസിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വണ്ടി കിട്ടില്ല. നമ്മൾ ഉറപ്പോട് കൂടെ കൊടുക്കാം. അവർ ചെക്ക് ചെയ്തോട്ടോ. അവർ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ. അവർ പോയിട്ട് എല്ലായിടത്തും ചെക്ക് ചെയ്തോട്ടെ. അവസാനം ഈ വീഡിയോ കണ്ടാൽ മതി. എന്നിട്ട് വന്നിട്ട് റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരാനുണ്ട്. സമീർ ഖാന്റെ വീഡിയോ, മറ്റേ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. എല്ലാവരും വേണ്ടി വീഡിയോസ് വേണ്ടി വെയിറ്റ് ചെയ്തോളിട്ടോ. അപ്പൊ ഇന്നത്തെ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ഇതിനേക്കാൾ ഓഫറുമായിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ.